കൂട്ടുകാരെ നമസ്കാരം, രാജാണ്. ഇന്ന് നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റാണ് കേട്ടോ. ഇന്ന് രാവിലെ മാനേജർ മെസ്സേജ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇന്ന് ടെസ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റിന് കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റിന് മുന്നായിട്ട് കുറച്ച് ചെക്കപ്പിനും കാര്യത്തിനും വേണ്ടി ജർമ്മനിയിൽ തന്നെയുള്ള നെട്ടട്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ഇട്ട് തന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നേക്കുവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് കമ്പനി ട്രെയിലറല്ല കേട്ടോ. ഞാൻ ഹെയിൻലോത്ത് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഓട്ടമാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ട്രെയിലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിന് പോകാൻ നേരത്ത് ഹെഡ് മാത്രം മതി, ട്രെയിലർ അവിടെ ഇളക്കിയിട്ടേക്കുന്നവർ പറഞ്ഞുകൊണ്ട് ഹെഡ് മാത്രമാണ് വർക്ക്ഷോപ്പിനകത്തേക്ക് കയറ്റിയേക്കുന്നത് കേട്ടോ. അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്ത് ടയർ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഫ്രണ്ട് 2 ടയർ മാറ്റിയേ. ഫ്രണ്ട് 2 ടയറും മാറ്റി, ഫ്രണ്ടിലെ 2 സൈഡിലെയും പാഡ് ഒരു മാറ്റി കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. വണ്ടിയുടെ റീജനറേഷൻ ആവുന്നില്ല. റീജനറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആകാതെ അതിൻ്റെ വാർണിംഗ് ലൈറ്റ് തെളിയുന്നുണ്ടായിരുന്നു. അത് നമ്മളിവിടെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി എവിടെ വേണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യാം കേട്ടോ. യൂറോപ്പിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി LT വണ്ടിയാണ്, ലിത്വാനിയൻ വണ്ടിയാണ് നമ്മുടേത്. നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് ജർമ്മനിയിലാണ് ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കഴുകുകയോ വണ്ടിയിൽ പെയിൻറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒന്നും ഇവിടെ ചെയ്യണ്ട. നമ്മുടെ മെക്കാനിക്കൽ സൈഡും അല്ലാതെ ബോഡി സൈഡും എല്ലാം ക്ലിയർ ആയിരിക്കണം വണ്ടി. അല്ലാതെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി കൊണ്ടുവരണം അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അവർ ഫുള്ള് ചെക്ക് ചെയ്യും. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ടയർ കണ്ടീഷൻ, ലൈറ്റ് കാര്യങ്ങൾ, വണ്ടിയുടെ ബോഡി പാർട്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും. നമ്മുടെ വണ്ടിയിൽ അഴുക്കുണ്ടെങ്കിലോ പെയിൻ്റ് അടിച്ചില്ലെങ്കിലോ അങ്ങനെയുള്ള ഒരു വിഷയം ഇവിടെ ഇല്ല. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-13 കിലോമീറ്ററോളം ഉള്ളു കേട്ടോ ടെസ്റ്റിന് പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ടെസ്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാരോടും സ്നേഹം മാത്രം.